കൊടുങ്ങല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി രാജ്യസഭാ MP PP സുനീർ അപ്രതീക്ഷിതമായി തൻകുളം സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. കേരളവർമ്മ കോളേജിലെ പഠനകാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിൽ സുനിൽകുമാറിന്റെ സഹപാഠിയും അടുത്ത സുഹൃത്തുമായിരുന്നു അദ്ദേഹം. കേരളവർമ്മ കോളേജ് കേന്ദ്രീകരിച്ച സജീവമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് PP സുനീർ പൊതുരംഗത്ത് ശ്രദ്ധേയനായത്. കോളേജ് യൂണിയൻ കൗൺസിലറായും യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാനായും PP സുനീർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ റവന്യൂ മന്ത്രി K രാജൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, പാർലമെന്റ് അംഗവും മുൻ സ്പീക്കറുമായിരുന്ന K രാധാകൃഷ്ണൻ, തൃശൂർ MLA P ബാലചന്ദ്രൻ എന്നിവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ കേരളവർമ്മയിലെ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായി ഒന്നിച്ച് പ്രവർത്തിച്ചവരായിരുന്നു. പഴയകാല കലാലയ സൗഹൃദവും രാഷ്ട്രീയ ബന്ധങ്ങളും പുതുക്കുന്ന വേദിയായി തൻകുളത്തെ സ്വീകരണം മാറി. കേവലം ഒരു സംസ്ഥാനത്തിന്റെ തുടർഭരണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല നമ്മൾ നേരിടുന്നത്. നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമായി തുടരേണ്ടതുണ്ടോ എന്ന വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ നൽകേണ്ടത്. വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനാധിപത്യ മര്യാദകളെയും അട്ടിമറിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും വർഗീയവൽക്കരിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഫാസിസ്റ്റ് നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ 4 മാസം മുമ്പ് ഛത്തീസ്ഗഡിൽ പോയിരുന്നു. രാജ്യസഭാ MP എന്ന നിലയിൽ ശ്രീമാൻ ജോസ് K മാണിയും A റഹീമും ഞാനും ഇടതുപക്ഷ നേതാക്കൾ എന്ന നിലയിൽ സാഗർ വൃന്ദാകാരാട്ടും ആനി രാജയും കൂടി 5 അംഗങ്ങളുള്ള ഒരു പ്രതിനിധി സംഘം ഞങ്ങൾ ഛത്തീസ്ഗഡിലെ ഒരു ജയിലിലേക്കാണ് പോയത്.